മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജനകീയത കൈവരിക്കാൻ കഴിയണമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഫെഫ്കയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ സാർവത്രികവും സമഗ്രവുമായ ഒരു മുന്നേറ്റമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ബൗദ്ധികമായ കഴിവുകളെയും ശക്തിയെയും പ്രാർത്ഥന ചെയ്തുകൊണ്ട് ലഹരിയുടെ വ്യാപനം ഇന്ന് വ്യാപകമാകുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, അത് തടയാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ തടയാനും പ്രതിരോധിക്കാനും വൈകാരികമായും വൈചാരികമായും ബൗദ്ധികമായിട്ടുമുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായാൽ മാത്രമേ അത് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയൂ. മയക്കുമരുന്ന് നമുക്കറിയാം, റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ആക്ടാണ്, NDPS ആക്ട് ഓഫ് 1985 ആണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ആക്ടാണ്. ആ ആക്ടിൽ തന്നെ വിവിധ തരം മയക്കുമരുന്നുകളുടെ എമൗണ്ട്, ക്വാണ്ടിറ്റി അനുസരിച്ച് ആണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി, ഇൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന മയക്കുമരുന്ന് കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരു അഡിക്റ്റായിട്ടുള്ള ആളോ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനാണ് വച്ചിരിക്കുന്നതെന്നുള്ള ഒരു പ്രിസംഷൻ്റെ പേരിൽ അയാൾക്ക് ജാമ്യം കൊടുക്കുന്നുണ്ട്.